Dear students, welcome back to a new video. Today we are discussing about the 7th standard English Unit 1. Unit 1, last chapter. The name is Glimpses of the Emirates. Glimpses of Emirates എന്ന നമ്മുടെ 7ാം ക്ലാസ്സിലെ യൂണിറ്റ് 1-ലെ അവസാനത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഇതിനു മുമ്പത്തെയും ഇതിന് ശേഷം വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ആക്ടിവിറ്റീസൊക്കെ ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് ഓൾ സബ്ജക്ട്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ കിട്ടും. മക്കൾ അത് പോയി കാണാവുന്നതാണ്. ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ ഓതർ സേ ദാറ്റ് ഹി ഹാഡ് സ്ക്യൂസ്ഡ് ഇൻ 2 days? 2 ദിവസമായി ഞാൻ ഞെരുങ്ങി എന്ന് ഈ ഓതർ, ഇതിലെ കഥാകൃത്ത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹി ഹാഡ് ബീൻ ടു ഒമാൻ ടു സ്റ്റേ വിത്ത് ഹിസ് നീസുമായിട്ട് അവിടെ താമസിക്കാൻ പോയതാണ്. സോ ഹി സേസ് ദാറ്റ് ഹി ഹാഡ് ജസ്റ്റ് സ്ക്വീസ്ഡ് ഇൻ 2 days ഓൺ ഹിസ് വേ ബാക്ക് ഹോം. വീട്ടിലേക്ക് തിരിക്കുന്നതിനിടയ്ക്ക് 2 ദിവസം അവിടെ കുടുങ്ങി എന്നാണ് ഓതർ പറഞ്ഞു വരുന്നത്. അടുത്തത്, വൈ ഡസ് ഓതർ സേ വൺ ഫീൽസ് എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലിസ് അറ്റ് ദീസ് ക്വൈറ്റ് ബീച്ചസ്? അവിടെ ആ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒരു ഹെവൻലി ആയ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ദേ നെവർ ഗോട്ട് ടയർഡ് ഓഫ് സ്റ്റോപ്പിംഗ് ആൻഡ് വെഞ്ചറിങ് ഔട്ട് ഇൻ ടു ദി ബീച്ച്. ദ സീ ഹാഡ് ദ സെയിം സിറിയൻ അപ്പിയൻസ് എവരിവെയർ. സോ the author feels a kind of heavenly bliss at these quiet beaches. അവിടുത്തെ അതിൻ്റെ ഭംഗിയും അവിടുത്തെ അപ്പിയറൻസും ഒക്കെ വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് അയാൾക്ക് അങ്ങനെ ഒരു ഹെവൻലി അനുഭവം തോന്നിയത് എന്നാണ് പറയുന്നത്. അടുത്തത്, വൈ ഡിഡ് ദ ഓതർ ഹാവ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ ഫോട്ടോഗ്രാഫ്സ് ഓൺ ദി നെറ്റ്? എന്തുകൊണ്ടാണ് ആ ഓതറിന് നെറ്റിലുള്ള ഫോട്ടോഗ്രാഫ്സ് വെച്ച് തൃപ്തിപ്പെടേണ്ടി വന്നതെന്നാണ്? എന്തുകൊണ്ടാണ്? Noor Abu Dhabi solar power plant is the largest single site solar power plant in the world. അല്ലേ? നൂർ അബുദാബി എന്നുള്ളത് അത് ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആണ്. ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. അതിൻ്റെ അകത്ത് ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കില്ല. സോ ഹി ഹാഡ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് വിത്ത് ദ മാഗ്നിഫിഷൻ ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദി പവർ പ്ലാന്റ് ഓൺ ദി നെറ്റ്. അതുകൊണ്ട് നെറ്റിലുള്ള പടങ്ങൾ മാത്രമേ കണ്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ടൂറിസ്റ്റുകൾക്ക് പോകാൻ കഴിയില്ല എന്നാണ്. ഓക്കെ. അടുത്തത്, വൈ ഡസ് ഓതർ മീൻ ബൈ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്? ലോകത്തിന് പുറത്തേക്ക് പോകുന്നു എന്ന പോലെ ഫീലിംഗ് തോന്നാൻ കാരണം എന്താണ്? എ ബോട്ട് റൈഡ് അറ്റ് ബർദുബൈ ലേറ്റ് ഇൻ ദി ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. ബോട്ട് റൈഡ് നടത്തിയ ബർദുബൈയിൽ ദ ഡാസ്ലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻ ഓൺ ദി ക്രീക്ക് ഗിവിംഗ് ഹിം എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ്. ഒരു ലോകത്തിന് പുറത്തായ ഒരു അനുഭവം അങ്ങനെ അതുകൊണ്ട് കിട്ടിയത്, അവിടുത്തെ ലൈറ്റും റിഫ്ലക്ഷനൊക്കെ കണ്ടു കേട്ടോ. ഇനി അടുത്തത്, വൈ ഡിഡ് ദ ഓതർ തിങ്ക് ഹി വാസ് അൺലക്കി ഇൻ ഹിസ് വിസിറ്റ് ടു ദി ലവർ മ്യൂസിയം? അവർ മ്യൂസിയം കാണാൻ പറ്റാത്തതിൽ അയാൾ ഒരു ദൗർഭാഗ്യവാനാണെന്ന് ഓതർ അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്? ഹി കുഡ് സ്പെൻഡ് ഓൺലി ഹാഫ് ഡേ ഇൻ ദി ലവർ അബുദാബി മ്യൂസിയം. അരമണിക്കൂർ അല്ല, ഒരു പകുതി ദിവസമേ അവിടെ ചെലവഴിക്കാനുള്ളൂ. ഹി ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക് ദർ. ഒരു ആഴ്ചയെങ്കിലും അവിടെ താമസിക്കുന്ന അയാൾ വിചാരിച്ചത്. സോ ദ ഓതർ തിങ്സ് ഹി വാസ് അൺലക്കി. അതുകൊണ്ടാണ് അയാൾ ദൗർഭാഗ്യവാനാണെന്ന് സ്വയം ചിന്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റികളാണ്. പിക്ക് ഔട്ട് ദ സെന്റൻസ് റിലേറ്റഡ് ടു ദി ഫോളോയിങ് പിക്ചേഴ്സ് ഫ്രം ദ പാസേജ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. ഈ ചിത്രത്തിന് അനുയോജ്യമായ വാചകങ്ങൾ നമ്മളെ മുകളിൽ പഠിച്ച പാഠഭാഗത്ത് നിന്ന് എഴുതി ഇവിടെ കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ എന്താണ് നമ്മുടെ ബുർജ് ഖലീഫ, അതിനെക്കുറിച്ച് അതിലെന്താ പറയുന്നത്? ഐ വാസ് ഏബിൾ ടു വ്യൂ ദി ഇമ്പോസിംഗ് ബുർജ് ഖലീഫ, ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദി വേൾഡ്. ക്ലൈംബിംഗ് ഇറ്റ് ഓൾ ദ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദി ടോപ്പ് ഓഫ് ദി വേൾഡ്. കേട്ടോ, ഇതാണ് അതിൽ ആ വാചകങ്ങൾ, ബുർജ് ഖലീഫയെ കുറിച്ച് പറഞ്ഞ ആ വാചകങ്ങൾ. അടുത്തവിടെ ബോട്ട് റൈഡിനെ കുറിച്ച് അല്ലേ എന്താ പറഞ്ഞത്? എ ബോട്ട് റൈഡ് അറ്റ് ബർദുബൈ ലേറ്റ് ഇൻ ദി ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ നേരത്തെ എഴുതി. ദ ഡാസിലിംഗ് ലൈറ്റ്സ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻ ഓൺ ദി ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബീയിങ് ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന്. ഓക്കെ. ഞാൻ അടുത്തത്,
മൂന്നാമത്തെ നമ്മളെ സോളാർ പ്ലാന്റ്, അതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇറ്റ് വാസ് ദ എൻട്രൻസ് ടു ദി നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സൈസ് സോളാർ പവർ പ്ലാന്റ് ഇൻ ദി വേൾഡ്, അല്ലേ? പ്രൊഡ്യൂസിങ് സ്റ്റുപെൻഡസ് 1 ജിഗാ വാട്ട് ഓഫ് പവർ. അത്രയും പവറാണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2. സെറ ഈസ് ഗൈഡിങ് ഹെർ ഫ്രണ്ട് മിഴി ഹു ഈസ് നോട്ട് ഫെമിലിയർ വിത്ത് ദി ലൊക്കാലിറ്റി ഓൺ ഹൗ ടു റീച്ച് ഹെർ സ്കൂൾ. അപ്പോൾ മിഴി സെറയെ എങ്ങനെ സ്കൂളിലേക്ക് എത്താമെന്ന് വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പാരഗ്രാഫ് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. മുഴുവനായിട്ട് പറയുന്നില്ല, നമ്മളെ വീഡിയോ വല്ലാതെ ലെങ്ത് ആകും. അതിനുശേഷം ഒരു മാപ്പും കൂടി ഉണ്ട് ഇവിടെ കണ്ടോ, വേ ടു മൈ സ്കൂൾ, അതിൻ്റെ മാപ്പും കൂടി ഉണ്ട്. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, ലെറ്റ് us read the following. To reach town model school, go straight along beach road of 550 meters. സ്കൂൾ മോഡൽ സ്കൂളിലേക്ക് എത്താൻ ഇത്ര മീറ്റർ ദൂരം, അങ്ങനെ ഒരു സ്കൂളിലേക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി, ടേക്ക് യുവർ പെൻസിൽ, ക്രയോൺസ് ആൻഡ് പേപ്പർ. പെൻസിൽ എടുത്തിട്ട് ലെറ്റ് us draw a map connecting to your home to your school. വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂൾ വരെ കണക്ട് ചെയ്യുന്ന മാപ്പ് വരയ്ക്കാം. അതിൽ ലാൻഡ് മാർക്ക് വരണം, പാർക്ക് വരണം, സൂപ്പർ മാർക്കറ്റ്, ബാങ്ക്, അക്ഷയ കേന്ദ്ര, പോസ്റ്റ് ഓഫീസ് ഒക്കെ വരണം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കളർഫുള്ളായി ചെയ്യുക എന്നുള്ള, സ്വന്തമായി ചെയ്യണം. ഇവിടെ ഒരു ഉദാഹരണം ഉണ്ട് കണ്ടോ, ഇവിടെ സ്കൂളിൽ നിന്ന് അവിടേക്ക് എത്തുന്നതിൻ്റെ ഒരു മോഡലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇവിടെ വീട് അല്ലേ, ഇങ്ങനെ വന്ന് അക്ഷയ കേന്ദ്രം, ഇവിടെയാണ് സ്കൂൾ ഇരിക്കുന്നത് ഇതിൻ്റെ മോഡൽ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം വായിക്കാം. എന്നിട്ട് അത് എന്ത് ചെയ്യണം, റൈറ്റ് എ പാരഗ്രാഫ് ഡിസ്ക്രൈബിംഗ് ദ വേ ടു സ്കൂൾ ഫ്രം യുവർ ഹോം. സ്കൂൾ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന വഴിയൊന്ന് ഇങ്ങനെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ ഈ വാചകങ്ങൾ യൂസ് ചെയ്യാം. ഗോ അലോങ് സ്ട്രീറ്റ് അണ്ടിൽ യു റീച്ച് ദ ട്രാഫിക് ലൈറ്റ്. ട്രാഫിക് ലൈറ്റ് എത്തുന്നവരെ നേരെ പോകുക. യു വിൽ സീ ദ ബാങ്ക് ഓഫ് ദി ലെഫ്റ്റ്. ലെഫ്റ്റിൽ ഒരു തീരം കാണും. ടേൺ റൈറ്റ്, വലത്തോട്ടിരി, അങ്ങനെ ഇറ്റ് ഈസ് യുവർ ലെഫ്റ്റ്, അതിൻ്റെ ഇടത് ഭാഗമായിരിക്കും. അങ്ങനെയുള്ള വാക്കുകൾ അതിൽ യൂസ് ചെയ്യണം. ഉദാഹരണം ഇവിടെ ഒരു കുട്ടിയുടെ മോഡൽ ഇവിടെ ഉണ്ട്. To reach town UP school, go straight along the beach road for 200 meters. You can spot big screen signboarding indicating the Kizhakkepuram road. Go 200 meters along the Kizhakkepuram road. You can see the park in front of you. It's on the other side of the road. അത് റോഡിൻ്റെ വേറെ ഭാഗത്തായിരിക്കും. Take left turn എടുക്കുക, അംഗനവാടി റോഡ്. കണ്ടിന്യൂ വാക്കിംഗ്, നടക്കുക. അപ്പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ഓൺ. സൂപ്പർ മാർക്കറ്റ് അപ്പോൾ വലത് ഭാഗത്തായിരിക്കും. അങ്ങനെ പറഞ്ഞ് എന്താണ്, യു വോണ്ട് മിസ് എന്താണ്, വാക്ക് സ്ട്രൈറ്റ് അഹെഡ് ഓഫ് 15 meters. യു വിൽ ഫൈൻഡ് ദി സ്കൂൾ ഓൺ യുവർ റൈറ്റ്. 50 മീറ്റർ നടന്ന സ്കൂൾ കാണാൻ പറ്റും. യു വോണ്ട് മിസ് ഇറ്റ് ഇഫ് യു നോട്ടീസ് ദ ഐസ്ക്രീം പാർലർ അക്രോസ് ദ റോഡ്. റോഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഐസ്ക്രീം പാർലർ ഉള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സ്ഥലം മിസ്സായി പോകില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇങ്ങനെ അത്, അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ഈ വാചകങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. യുവർ ഫ്രണ്ട് നഷ്വ മറിയം ഫ്രം UAE ഡിസൈഡ് ടു വിസിറ്റ് യുവർ ഹോം കേരള. നിങ്ങളുടെ കൂട്ടുകാരി നഷ്വ മറിയം എന്താണ്, UAE നിന്നുള്ള നിങ്ങളുടെ നാട്ടിലേക്ക് വരികയാണ്. ഹിയർ ഇസ് എ ബോർഡിംഗ് പാസ് ഓഫ് നഷ്വ മറിയം ഹു അറൈവ്ഡ് അറ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയപ്പോൾ അവൾക്ക് കിട്ടിയ ബോർഡിംഗ് പാസ്സാണ്. അല്ല, ബോർഡിംഗ് പാസ്സാണ്, വിമാനത്തിൽ കയറാനുള്ളതാണ് കേട്ടോ. അതിലെന്തൊക്കെയുണ്ട്, ബോർഡിംഗ് എയർപോർട്ട് ഉണ്ട്, ഡെസ്റ്റിനേഷൻ, ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ ഒക്കെ ഉണ്ടാവും അല്ലേ. ആഫ്റ്റർ ലാൻഡിംഗ് നഷ്വ മറിയം വാസ് ഗിവൺ ഫോം ടു ബി ഫിൽ. ഒരു ഫോം കിട്ടി, അത് നമ്മൾ ഫില്ല് ചെയ്യാൻ അവളെ സഹായിക്കണം. ആൾ പാസഞ്ചേഴ്സ് കമ്മിങ് ടു ഇന്ത്യ ആർ റിക്വയർഡ് ടു ഫിൽ അപ്പ് ദ പ്രോഫോമ ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു ട്രാവലേഴ്സ് കൗണ്ടർ അറ്റ് ദി എക്സിറ്റ്. പേഴ്സണൽ ഇൻഫർമേഷൻ ഇവിടെ എന്ത് വരും, നെയിം ഓഫ് പേഴ്സൺ നഷ്വ മറിയം എന്ന് വരും. ഫ്ലൈറ്റ് നമ്പർ നമ്മുടെ ബോർഡിംഗ് പാസ് നോക്കി അടയാളപ്പെടുത്തണം. ഫ്ലൈറ്റ് നമ്പർ ഇതിലുണ്ട്, ഇതാ ഈ നമ്പർ അല്ലേ. അതുപോലെ സീറ്റ് നമ്പർ അടയാളപ്പെടുത്തണം. ഡേറ്റ് ഓഫ് അറൈവൽ, പോർട്ട് ഓഫ് ഒറിജിൻ ജേണി, പോർട്ട് ഓഫ് ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ലേ. ഹൗസ്, പിന്നെ കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുക്കണം. തഹസിൽ, ഡിസ്ട്രിക്റ്റ്, പിന്നെ ഡീറ്റെയിൽസ് ഓഫ് കൺട്രി വിസിറ്റ് ലാസ്റ്റ് 20 ഡേയ്സിൽ സന്ദർശിച്ച രാജ്യങ്ങൾ, പിന്നെ എന്തെങ്കിലും രോഗങ്ങളുണ്ടോ, കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം, അതെങ്ങനെ ഫില്ല് ചെയ്യാം നോക്കൂ. ഫ്ലൈറ്റ് നമ്പർ, സീറ്റ് നമ്പർ, അറൈവ് വന്ന സമയം ദുബായ്, ഹൗസ് നമ്പർ, പാല, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഇത് നിങ്ങൾ അതിനനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ. പിന്നെ ഇത് നോക്കൂ,
28 ദിവസത്തിൽ വേറെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. രോഗങ്ങളും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്കത് ഫില്ല് ചെയ്യാം. അടുത്തത് 4. നോട്ട് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ഇൻ ദ ഫോളോയിങ്. The sea had the same serene appearance everywhere. One experienced a kind of heavenly bliss at this quiet beaches. ഇതിൽ എന്താണ് ഇറ്റാലിക്കായ, അതായത് ഇങ്ങനെ ചരിച്ചു എഴുതിയ വാചകങ്ങൾ ശ്രദ്ധിക്കുക. I was able to view the imposing Burj Khalifa, the tallest building in the world. Some words are used to describe the people, places and things. They describe how people, places or things look like. വ്യക്തികള്, സ്ഥലങ്ങള് ഒക്കെ എങ്ങനെയാണെന്ന് വിശദീകരിക്കും. ഇപ്പൊ ഇവിടെ എന്താണ് സീയുടെ അവസ്ഥയാണ് പറഞ്ഞത് സിരി എന്നുള്ളത്. ഇവിടെ ഈ ബുർജ് ഖലീഫയുടെ അവസ്ഥയാണ് പറഞ്ഞത് ഇമ്പോസിംഗ് എന്ന് പറഞ്ഞത്, അല്ലെ? അപ്പോൾ ഇതുപോലെ കുറച്ച് വാക്കുകളുണ്ട് ഇവിടെ. ബ്യൂട്ടിഫുൾ, മനോഹരമായ, ഇതിന് നമ്മൾ അഡ്വർബ് അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. പ്രട്ടി, ഭംഗിയുള്ള, ക്വൈറ്റ്, ശാന്തം, ബിസി, പീസ്ഫുൾ, നോയ്സി, ഗ്രീൻ, സേഫ്, ഡേഞ്ചറസ്, ക്രൗഡഡ്, എംടി, കളർഫുൾ, മനോഹര, കളർഫുള്ളായ, ലൈവ്ലി, ജീവനോടെ, ബ്രേത്ത് ടേക്കിംഗ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, പീസ്ഫുൾ, അല്ലേ, ശ്വാസം വിട്ടുപോകുന്നതാണ്, പീസ്ഫുൾ, സമാധാനം, ബസ്റ്റ്ലിംഗ്, വൈബ്രന്റ്. അപ്പം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് റീസെൻ്റ്ലി വിസിറ്റ്. നിങ്ങൾ ഈ ഇടയ്ക്ക് സന്ദർശിച്ച ഒരു സ്ഥലത്തെക്കുറിച്ച് ഈ വാചകങ്ങൾ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സ്ഥലത്തെക്കുറിച്ച് ഐ വിസിറ്റഡ് റീസെൻ്റ്ലി മൂന്നാർ, ഞാൻ ഈ ഇടയ്ക്ക് മൂന്നാർ സന്ദർശിച്ചു, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, അങ്ങനെ വാചകങ്ങൾ ഉപയോഗിച്ച് എഴുതാനാണ്. നമുക്ക് അങ്ങനെ ഒരു മോഡൽ കാണാം. വേണ്ട. Recently, I visited a beautiful place, Munnar, and a hill station in Kerala. The green expanse of the plantation stretching as far as the eye could see was both breathtaking and vibrant. ഈ വാചകങ്ങൾ വന്നു, അല്ലേ? The scene was incredibly pretty and colorful. Despite being a popular tourist destination, Munnar has managed to retain its peaceful charm. Eraviculam National Park was quiet and it offered a peaceful retreat. Eraviculam National Park വളരെ പീസ്ഫുൾ ആയ ഒരു സ്ഥലമാണ്, അല്ലേ? ഫ്രം ദ ബിസിയർ ആൻഡ് ക്രൗഡഡ് പാർട്സ് ഓഫ് ദ ടൗൺ, ദ ടൗൺ സെന്റർ വാസ് ലൈവ്ലി ആൻഡ് ബിസ്ലിംഗ്. ടൗണിന്റെ സെന്റർ എപ്പോഴും സജീവമാണ്. എസ്പെഷ്യലി അറൌണ്ട് ദ മാർക്കറ്റ് ഏരിയയ്ക്ക് ചുറ്റുഭാഗം. മൂന്നാർ ഫെൽറ്റ് ക്വൈറ്റ് സേഫ് ടു എക്സ്പ്ലോർ. മൂന്നാർ എപ്പോഴും സേഫാണ്. ദ പീപ്പിൾ വേർ ഫ്രണ്ട്ലി ആൻഡ് വെൽക്കമിങ്. ജനങ്ങൾ ഫ്രണ്ട്ലി ആണ്. മൂന്നാർ ഹാസ് ഇറ്റ്സ് പൊട്ടൻഷ്യലി ഡേഞ്ചറസ് സ്പോട്ട്, പെർട്ടിക്കുലർലി ദ സ്റ്റീപ്പ് ആൻഡ് നാരോ റോഡ്സ്. നാരോ റോഡ്സ് ഒക്കെ ഉണ്ട് അവിടെ, വിച്ച് റിക്വയർ കെയർഫുൾ നാവിഗേഷൻ. ശരി, ശ്രദ്ധിച്ചു പോകണം. ദീസ് സൈറ്റ്സ് ഓഫർ എസ് എ പെർഫെക്റ്റ് എസ്കേപ്പ് ഫ്രം അവർ ബിസി ആൻഡ് നോയ്സി ലൈഫ്. നമ്മുടെ എന്താണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊരു എസ്കേപ്പ്, ഒരു രക്ഷപ്പെടലായിട്ട് നമുക്ക് ഈ യാത്രയെ കാണാം. ഇറ്റ് വാസ് എ ട്രൂലി അൺഫോർഗറ്റബിൾ ഡെസ്റ്റിനേഷൻ. അതൊരിക്കലും മറക്കാനാവാത്തൊരു എന്താണ് യാത്രാ ലക്ഷ്യമാണ്, യാത്രാ സ്ഥലമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാം, ഇത് തന്നെ എഴുതുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ മക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കും. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. താങ്ക്